കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 3-ാമത്തെ അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ നമ്മുടെ പൗരത്വം എന്നുള്ളത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് എന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുകയാണ്. ഫിലിപ്പിയ സഭയിൽ അന്നിരുന്ന ജനങ്ങളെ പലരെയും നോക്കുമ്പോൾ അവരെന്തോ കോടാകോടി വർഷങ്ങൾ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് പോലെയാണ് ഈ ഭൂമിയിലുള്ള ആ സ്വത്തുകൾ, സമ്പാദ്യങ്ങൾ ചേർക്കുവാനുള്ള മനുഷ്യൻ്റെ ആർത്തി. അത് കണ്ടെഴുതുകയാണ് നമ്മുടെ പൗരത്വം എന്ന് പറയുന്നത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ് എന്ന്. അപ്പോൾ നമുക്കറിയാം, ഒരു കുഞ്ഞ് ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്നത് അത് ഒരു ആദ്യത്തെ ഒരു വരവിൻ്റെ ആ ഒരു ലക്ഷണത്തിലിരിക്കുമ്പോൾ ഒരു 10 മാസം ആ കുഞ്ഞിന് അമ്മയുടെ വയറ്റിലിരിക്കാം. അത് കഴിഞ്ഞാൽ ആ കുഞ്ഞ് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ആ കുഞ്ഞിന് പുറത്തെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ ഭൂമിയിൽ കർത്താവ് നമ്മെ അയക്കുമ്പോൾ ഒരു നിശ്ചിത വർഷം കൊടുത്തിട്ടുണ്ട്. ആ ഒരു വർഷം തികയുമ്പോൾ നമ്മുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവായിരിക്കാം. അപ്പോൾ എങ്ങനെയായാലും ഈ ഭൂമി നാം വിട്ടേ തീരൂ. അമ്മയുടെ ഗർഭപാത്രം ഒരു കുഞ്ഞ് വിട്ടു എങ്കിൽ ഈ ഭൂമി ഒരു മനുഷ്യൻ വിട തന്നെ വേണം. അത് കഴിഞ്ഞാൽ നമുക്കൊരു നിത്യമായ ഒരു പാർപ്പിടം ഉണ്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. അവൻ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് കാണുന്നു. അപ്പോൾ ലജ്ജയായതിൽ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവും ഇല്ലാത്തതിൽ അവർക്കതൊരു മാനം പോലെ തോന്നുന്നു. അവർക്ക് ഈ ഭൂമിയിലുള്ളതാണ് വലുതെന്ന് അവർ കരുതുന്നു. അവർ എല്ലാ സമ്പത്തും വലിച്ചടക്കാൻ നോക്കുന്നു. അങ്ങനെ അവർ ബുദ്ധിഹീനരായി അവർ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ലോകത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുന്നു. അവരുടെ അവസാനം എന്ന് പറയുന്നത് നിത്യനാശമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഒന്നീ പരദീസയിൽ ദൈവസന്നിധിയിലായിരിക്കാം, അല്ലെങ്കിൽ നാം നിത്യനാശമായ നരകത്തിലായിരിക്കാം. അപ്പം നമ്മ കാത്തിരിക്കേണ്ടത് ഈ ഭൂമിയിലുള്ള കുറേ സമ്പത്തുകൾ ചേർക്കുന്നതിൽ മാത്രമല്ല, നാം ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മുടെ പൗരത്വമായ, നമ്മുടെ നിത്യപാർപ്പിടമായ ആ സ്വർഗത്തിലെ വാസത്തിന് വേണ്ടി നാം കാത്തിരിക്കണമെന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലുള്ള അഴിഞ്ഞു പോകുന്ന സമ്പത്തിന്മേൽ നമ്മുടെ മനസ്സുകളെ നാം ചെലുത്താതെ കർത്താവിൻ്റെ വരവ് എങ്ങനെയായിരിക്കും, അതിൽ എനിക്ക് പങ്കായി തീരുവാൻ കഴിയുമോ, എൻ്റെ ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഞാൻ പോകുന്ന ഈ വഴി ദൈവസന്നിധിയിൽ എന്നെ കൊണ്ടുവന്ന് ചേർക്കുമോ എന്ന് ഓരോ ദിവസവും വചനത്തിൽ കൂടെ നാം നമ്മെ തന്നെ ശോധന ചെയ്യുകയും കർത്താവിനെ നാം ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത് ഈ ലോക ഓട്ടം തീർപ്പാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ പൗരത്വം എന്ന് പറയുന്നത് സ്വർഗത്തിലാണ്, ഈ ഭൂമിയിലല്ല. ഈ ഭൂമിയിലെ സ്വത്തിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ തൻ്റെ തല്ലുകൂടി തൻ്റെ ആത്മീക ജീവിതത്തെ കെടുത്തുകൊണ്ട് ഓടുമ്പോൾ ഈ ലോകം നമുക്ക് ശാശ്വതം അല്ല എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ കർത്താവെ, അഴിഞ്ഞു പോകാത്ത നിത്യപാർപ്പിടമായ ആ സ്വർഗരാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഓരോരുത്തരും ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് കൃപ നൽകി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.